വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും അവൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടി വരുമ്പോൾ ലജ്ജിക്കും എന്ന് യേശു തമ്പുരാൻ അരുളിച്ചെയ്തു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ ജീവിതം കുരിശിൻ്റെ ജീവിതമാണ്. തൻ്റെ ശിഷ്യന്മാരോട് അവിടുന്ന് പാടുപീടുകൾ സഹിക്കണം, മരിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 8, 9, 10 അധ്യായങ്ങളിൽ ആവർത്തിച്ച് തൻ്റെ സഹനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള സൂചനയൊക്കെ നൽകുമ്പോഴും അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ശിഷ്യന്മാർ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന പത്രോസിനെ നോക്കിക്കൊണ്ട്, സാത്താനെ നീ പിന്നാലെ പോവുക, നീ ചിന്തിക്കുന്നത് ദൈവികമല്ല മാനുഷികമാണ് എന്ന് മറുപടി പറയുന്ന യേശു തമ്പുരാൻ തൻ്റെ സഹനം ഒഴിവാക്കുവാൻ ശിഷ്യന്മാർ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അവരെ ശകാരിച്ചുകൊണ്ട് ദൈവികമായ പദ്ധതി നടപ്പിലാക്കുന്നതിന് പാടുപീടുകൾ സഹിക്കുവാൻ, മരിക്കുവാൻ അവിടുന്ന് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള സൂചന നൽകുകയാണ്. ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും അടുത്ത് വിളിച്ചുകൊണ്ടാണ് അവിടുന്ന് ശിഷ്യത്വത്തിൻ്റെ നിബന്ധനകൾ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നത്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ഒരു നിർബന്ധവുമില്ല, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ സ്വയം പരിത്യജിക്കണം. മറ്റാരുടെയും നിർബന്ധം കൊണ്ടല്ല, സ്വയമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇതെനിക്ക് വേണ്ടിയാണോ, എനിക്കുള്ളതാണോ അല്ലയോ എന്ന് ബോധപൂർവം തീരുമാനിക്കുവാൻ അവന് കഴിയണം. നിഷേധപ്രാപ്തിയാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്, മറ്റാരുടെയും നിർബന്ധമല്ല. അവിടെ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം, എന്നിട്ട് അവൻ്റെ കുരിശെടുക്കണം. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം, മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, മനുഷ്യനും ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം, അവൻ്റെ മനസാക്ഷിയുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അവൻ സ്വയം
കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശു തമ്പുരാൻ അരുളി ചെയ്തത്. കുരിശില്ലാതെ കിരീടമില്ല, കഷ്ടപ്പെടാതെ ജീവിക്കുവാനാവില്ല, അധ്വാനിക്കാതെ അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. ഈ സത്യം ഇന്നത്തെ ലോകം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ആത്മപരിത്യാഗമാണ്. ശിഷ്യൻ തനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ പരിത്യജിച്ചാൽ പോരാ, പിന്നെയോ തന്നെ പരിത്യജിക്കണം. സ്വയപരിത്യാഗം, അത് പരിപൂർണമായി തന്നെ പരിത്യജിക്കണം. ഇതിൻ്റെ മൂർത്തിമദ്ഭാവമാണ് കുരിശെടുക്കുക എന്ന് പറയുന്നത്. ശിഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കുക. ഈ അനുഗമനം സഹനവും അപമാനവും ഒരുപക്ഷെ മരണം തന്നെയും ആവശ്യപ്പെടുന്നതാകാം. ശിഷ്യത്വം നിശ്ചലമായി നിൽക്കുന്ന ഒന്നല്ല, അത് ചലനാത്മകമായ ഒന്നാണ്. അവൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഉള്ള ആളുകളാണ് നാം. യേശുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള യാത്രയിലാണ് ഒരുവൻ്റെ ശിഷ്യത്വം പൂർണ്ണതയിൽ എത്തുന്നത്. ചെയ്യാൻ കഠിനമെന്ന് തോന്നുന്നതിനെ സ്നേഹം എളുപ്പമുള്ളതാക്കി തീർക്കുന്നു എന്ന് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നത് തമ്പുരാൻ്റെ കൃപയാൽ സുസാധ്യമാക്കി തീർക്കുവാൻ സാധിക്കും. അവൻ ആവശ്യപ്പെടുന്നത് നിറവേറ്റുവാൻ ബുദ്ധിമുട്ടില്ല. കാരണം അത് നിറവേറ്റുവാൻ അവൻ തന്നെ സഹായിക്കുന്നു. നമ്മുടെ കുരിശിൻ്റെ 3/4 ഭാഗവും അവൻ വഹിക്കുമ്പോൾ 1/4 ഭാഗം മാത്രമേ നമുക്ക് വഹിക്കുവാനായി അവിടെ നൽകുന്നുള്ളൂ. അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം ആ കുരിശെടുക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കും എന്നുള്ളതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വയം സ്നേഹിക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. സെൽഫിഷ് മാൻ ഈറ്റിംഗ് ഹിംസെൽഫ് ആൻഡ് ഡിസ്ട്രോയിങ് ഹിംസെൽഫ്. സ്വാർത്ഥതയുടെ ഉടമ സ്വയം നശിക്കുകയാണ്. സ്വയം നശിക്കുന്നത് ക്യാൻസറിൻ്റെ അണുബാധിച്ചവനെ പോലെയാണ്. അങ്ങനെ നശിക്കുവാനുള്ളവരല്ല നാം. സ്വയം പരിത്യജിക്കുന്നതിലൂടെ നന്മ നാം കണ്ടെത്തണം. ജീവൻ എന്ന വാക്ക് 2 അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശാരീരിക ജീവൻ എന്ന് ഒരർത്ഥം, ആത്മീയ ജീവൻ എന്ന് മറ്റൊരർത്ഥം. സ്വന്തം ശാരീരിക ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ ആത്മീയ ജീവൻ നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ യേശുവിന് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ ശാരീരിക ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ ആത്മീയ ജീവൻ സംരക്ഷിക്കും എന്ന് തമ്പുരാൻ പറയുകയാണ്. യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടേണ്ട സമയമായി ക്യാപ്റ്റൻ പട്ടാളക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, നമ്മൾ വളരെ പ്രയാസമുള്ള ഒരു യുദ്ധത്തിന് പോവുകയാണ്. വിജയം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. എന്നാൽ രാജ്യത്തിനു വേണ്ടി, രാജ്ഞിക്ക് വേണ്ടി ഒക്കെ മരിക്കുവാൻ തയ്യാറായിട്ടുള്ളവർ മുമ്പോട്ട് വരണം. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു ചുവട് മുമ്പോട്ട് നിൽക്കണം. അങ്ങനെ വരാൻ ആഗ്രഹമുള്ളവർ അതാരാണെന്ന് കാണാതിരിക്കാൻ, ഇനി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചുവട് മുമ്പോട്ട് മാറി നിൽക്കണം എന്നുള്ള സൂചന കൊടുത്തിട്ട് ക്യാപ്റ്റൻ തന്നെ മുഖം തിരിച്ചു നിന്നു. വീണ്ടും മുഖം അവരുടെ മുമ്പിലേക്ക് നോക്കിയപ്പോൾ
ആരും മുമ്പോട്ട് വരുന്നതായി കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരും ഒരുപോലെ നിൽക്കുകയാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നമ്മുടെ രാജ്ഞിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരണം. അപ്പോൾ ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, ക്യാപ്റ്റൻ, ഞങ്ങളെല്ലാവരും തന്നെ അങ്ങ് ആഹ്വാനം ചെയ്തപ്പോൾ ഒരു ചുവട് മുമ്പോട്ട് വെച്ചവരാണ്. ഞങ്ങളുടെ ചിട്ടയായിട്ടുള്ള നിൽപ്പ് എല്ലാവരും ഒരു ചുവട് മുമ്പോട്ട് വെച്ചപ്പോൾ അങ്ങ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെല്ലാവരും തന്നെ രാജ്യത്തിന് വേണ്ടി, രാജ്ഞിക്ക് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ ക്യാപ്റ്റനോട് ഈ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ആ ക്യാപ്റ്റൻ്റെ സന്തോഷം വളരെ വലുതായിരുന്നു എന്ന് നാം കാണുകയാണ്. ശിഷ്യന്മാരുടെ സമ്പൂർണമായ സമർപ്പണമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തിനു വേണ്ടിയോ എന്ന പ്രയോഗം യേശുവിൻ്റെ സുവിശേഷം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി നൽകേണ്ടി വരുന്ന വിലയെ സൂചിപ്പിക്കുകയാണ്. എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ യേശുവിന് വേണ്ടി ഒരു പക്ഷേ മരിക്കുവാൻ തയ്യാറായി വരുമോ, ഇല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടിയെങ്കിലും. എന്താണ് സുവിശേഷം? ദൈവം എന്നെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്നേഹത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ തയ്യാറായിട്ട് വരുമോ? യേശുവിനെ നാം ഇന്ന് അറിയുന്നത് അവിടുത്തെ സുവിശേഷത്തിലൂടെയാണ്. സുവിശേഷത്തിലുള്ള നമ്മുടെ വിശ്വസ്തത യേശുവിനോടുള്ള വിശ്വസ്തതയുടെ അളവുകോലാണ്. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് ഭോഷത്വമാണ്. കാരണം അതുവഴി ഒരുവൻ നഷ്ടപ്പെടുന്നത് ഇതിനേക്കാൾ വിലയേറിയ മറ്റൊന്നാണ്. ലോകം മുഴുവൻ നേടുക എന്നാൽ ലോകത്തിന് തരാൻ സാധിക്കുന്ന എല്ലാം, അധികാരം, പണം, പ്രതാപം, സമ്പത്ത്, സുഖം, ഇവയൊക്കെയാണ് ഇന്ന് ലോകത്തിന് നൽകാൻ കഴിയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. യേശുവിനെക്കുറിച്ച് ലജ്ജിക്കുക അഥവാ അവിടുത്തെ വാക്കുകളെ നിരസിക്കുക എന്നാൽ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ അത് ഉണ്ടാക്കുവാൻ കാരണമാകും എന്നുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കണം, പാടുകൾ സഹിക്കണം, മരിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണം. ഇതായിരുന്നു യേശുവിൻ്റെ ശൈലി. ഒരു തീവണ്ടി അപകടത്തിൽ 41 പേർ മരണപ്പെട്ടു. തീവണ്ടി ഒരു ഭിത്തിയുമായി കൂട്ടിയിടിക്കുകയാണ്. മരിച്ചവരുടെ അനുഭവത്തെക്കാൾ ജീവിച്ചിരിക്കുന്നവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും വളരെ വലുതായിരുന്നു. മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ട്രെയിനിനും ഭിത്തിക്കുമിടയിൽ കാല് കുടുങ്ങി ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് സൈഡിൽ നിന്നും മുമ്പിൽ നിന്നുമൊക്കെ മുകളിൽ നിന്നുമൊക്കെ ആളുകൾ വന്ന് അവളുടെ ദേഹത്തേക്ക് വീഴുന്നത്. അവർ നോക്കിയപ്പോൾ ആ സ്ത്രീ ചിരിക്കുകയാണ്. ഒരു പരിഭവവുമില്ല. വളരെ വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന ആ സ്ത്രീ അവരെ നോക്കി സന്തോഷിക്കുകയാണ്, ചിരിക്കുകയാണ്. ആളുകൾ പറഞ്ഞു, നിങ്ങളൊരു വലിയ മനോഭാവമാണല്ലോ കാണിച്ചത്. നിങ്ങളുടെ കാല് ഇങ്ങനെ മുറിവേറ്റ് ട്രെയിനിനും ഭിത്തിക്കുമിടയിൽ കിടക്കുമ്പോൾ, ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ ദേഹത്തേക്ക് വന്ന് വീണ ആളുകളെയൊക്കെ നോക്കിക്കൊണ്ട് എങ്ങനെ പുഞ്ചിരിക്കാൻ കഴിയും? അവർ പറഞ്ഞു, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സംയമനം പാലിക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, അവർക്ക് പ്രത്യാശ കൊടുക്കുവാനുള്ളവളാണ് ഞാൻ. ആ ഒരു അനുഭവം ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം, എന്നെ അനുഗമിക്കണം എന്ന് പറയുമ്പോൾ
അവൾ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ ചുമതലകൾ നിറവേറ്റുവാനുണ്ട്. ആ കടമകൾ നിറവേറ്റുന്നതിൽ വരുന്ന ത്യാഗം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. മഹാത്മാഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവചന ശബ്ദമെന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കടമകൾ നിറവേറ്റിക്കൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്ന സമയത്ത് പോലും എൻ്റെ നേർക്ക് ആരെങ്കിലും വെടിവെക്കുകയാണെങ്കിൽ ആ വെടിയുണ്ട സന്തോഷത്തോടെ സ്വീകരിച്ച് എൻ്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ട് ഹരേ റാം എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടരുവാൻ ഞാൻ പരിശ്രമിക്കും. അതായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി എന്നുള്ള രീതിയിൽ ഗാന്ധിജി പറയുകയുണ്ടായി. എൻ്റെ നഗ്നമായ നെഞ്ചിൽ ഞാൻ ആ വെടിയുണ്ട സ്വീകരിക്കുകയും അതിനെ മാത്രം ഞാനൊരു യഥാർത്ഥ മഹാത്മാവാണെന്ന് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാവുകയും ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിമലയുടെ നെറുകയിൽ മരക്കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ ആ മരണത്തിലൂടെ നമ്മെ വീണ്ടെടുക്കുന്നവൻ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളനോട് നീ പർദീസായിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞ കള്ളനോട് ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും എന്ന് വാക്കുകൊടുക്കുന്ന ക്രിസ്തു എത്ര വിശാലമായ ഒരു മനോഭാവമാണ് കാണിക്കുന്നത്. സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുകയാണ്. ഇതേപോലെ സ്വയം ശൂന്യവൽക്കരിക്കുന്നവർക്ക് മാത്രമേ സമൂഹത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ തമ്പുരാനു വേണ്ടി സ്വയം പരിത്യജിച്ച ഒരു വിശുദ്ധനെ ഇന്ന് നാം നമ്മുടെ ചിന്തയിൽ കാണുകയാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. 1491 ഒക്ടോബർ മാസം 31 സ്പെയിനിൽ ജനിച്ച അദ്ദേഹം ഇനിഗോ എന്ന മാമോദിസ പേര് സ്വീകരിച്ചു. ഊർജ്ജസ്വലതയും പ്രസരിപ്പുമുള്ള ഒരു യുവാവായി സാഹസികത ഇഷ്ടപ്പെട്ട് സൈനിക സേവനത്തിൽ ചേർന്നു. യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ പരിക്കേറ്റ് വിശ്രമിക്കുമ്പോൾ ലുഡോൾഫ് സാക്സോയുടെ ദ വീത ക്രിസ്തി, ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം വായിക്കുവാൻ ഇടയായി. വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ ബേസിൽ, വിശുദ്ധ അഗസ്റ്റിൻ എന്നിവരുടെ വ്യാഖ്യാനങ്ങളിൽ അധിഷ്ഠിതമായ സുവിശേഷ വ്യാഖ്യാനമായിരുന്നു ഈ ഗ്രന്ഥം. വിശുദ്ധരുടെ ജീവിതവും സുവിശേഷ മൂല്യങ്ങളും ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുക എന്ന തീവ്രമായ ആഗ്രഹത്തിന് വഴിതെളിച്ചു. സാന്താ മരിയായിലെ ഒരു ബെനഡിക്റ്റൈൻ ആശ്രമം സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള കന്യകമറിയത്തിൻ്റെ രൂപത്തിനു മുമ്പിൽ തൻ്റെ സൈനിക വസ്തു വച്ചിട്ട് അടുത്തുള്ള ഒരു ഗുഹയിൽ മാസങ്ങളോളം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പരിത്യാഗത്തിൻ്റെ ഭാഗമായി വിശുദ്ധ നാട്ടിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയുണ്ടായി. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് തെരുവോരങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അനേകർ ആകൃഷ്ടരായി. പാരീസ് സർവകലാശാലയിൽ 7 വർഷം ഉപരിപഠനം നടത്തുകയും 43-ാമത്തെ വയസ്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കുകയും ചെയ്തു. 1934 ഓഗസ്റ്റ് മാസം 15 ഇഗ്നേഷ്യസും മറ്റ് 6 പേരും ഒന്നിച്ച്
മോണ്ട് മാർത്തായിലെ പത്രോസിൻ്റെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും ക്രിസ്തുവിനായി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്തു. ഈശോ സഭ എന്ന സന്യാസ സഭയുടെ സ്ഥാപനം അങ്ങനെയായിരുന്നു. പ്രോട്ടസ്റ്റന്റ് നവീകരണ കാലഘട്ടത്തിൽ ആഴത്തിലുള്ള പഠനങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും കത്തോലിക്ക സഭയുടെ നിലപാടുകളും വിശ്വാസവും ലയോളയും സംഘവും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. 1556 ജൂലൈ 31 65 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. 1609 ജൂലൈ 27 പോൾ അഞ്ചാമൻ മാർപ്പാപ്പ ഇഗ്നേഷ്യസിനെ വാഴ്ത്തപ്പെട്ടവനായിരുന്നു. 1622 മാർച്ച് 12 ഗ്രിഗറി 15 മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. സൈനികരുടെ മധ്യസ്ഥനായി ഇഗ്നേഷ്യസിനെ കത്തോലിക്ക സഭ ആദരിക്കുന്നു. തൻ്റെ ആശ്രയം മുഴുവൻ ഇഗ്നേഷ്യസ് ഒരു കാലത്ത് തൻ്റെ കഴിവിലും തൻ്റെ സമ്പത്തിലുമായിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ അവ നശ്വരമാണെന്നുള്ള തിരിച്ചറിവ് ഇഗ്നേഷ്യസിനുണ്ടായി. ദൈവമല്ലാത്ത മൂല്യങ്ങൾ നശ്വരമെന്ന് തിരിച്ചറിയുകയും അവ ഉടൻ തന്നെ ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടായി. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്നുള്ള ആ ചോദ്യം പാരീസ് സർവകലാശാലയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനോട് അദ്ദേഹം ചോദിച്ചു. ഫ്രാൻസിസ് സേവിയർ തൻ്റെ ഉന്നതമായ പ്രൊഫസർഷിപ്പൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം ഇറങ്ങിപ്പുറപ്പെട്ട് ആരംഭിച്ച ഈശോ സഭ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർവഹിക്കുന്ന എല്ലാ സേവനങ്ങളും ഡു എവറിത്തിങ് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗാഡ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ അതിമഹത്വത്തിനായിട്ട് ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളിൽ നിന്നും വ്യത്യസ്തമായി ധൂർത്ത്, ആഡംബരം, ആർത്തി, സ്വാർത്ഥത, ദൈവത്തിന് സ്ഥാനം നൽകാത്ത അവസ്ഥ, ഇവയിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ജീവിക്കുവാൻ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയും അദ്ദേഹത്തിൻ്റെ അനുയായികളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ വായനയും വിശുദ്ധരുടെ ജീവചരിത്രവുമൊക്കെ വളരെയധികം പ്രചോദനം നൽകിക്കൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനങ്ങളെടുക്കുവാൻ അനേകർക്ക് പ്രചോദനമായി മാറുകയാണ്. ത്യാഗം നമ്മുടെ ജീവിതത്തിൽ കൂടിയേ തീരൂ. ത്യാഗത്തിലൂടെയാണ് തമ്പുരാൻ നമുക്ക് രക്ഷ നൽകിയത്. വാക്കുകളിലൂടെ എന്നതിനേക്കാൾ സ്നേഹപ്രവർത്തികളിലൂടെ അത് കാണിക്കുവാൻ ഇഗ്നേഷ്യസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഗോ ഫോർത്ത് ആൻഡ് സെറ്റ് ദ വേൾഡ് ഓൺ ഫയർ. സ്നേഹത്തിൻ്റെ അഗ്നി, കാരുണ്യത്തിൻ്റെ അഗ്നി, പ്രത്യാശയുടെ അഗ്നി, നന്മയുടെ അഗ്നി ഈ ലോകത്തിൽ കത്തിജ്വലിക്കുവാൻ ഇടവരണം എന്ന് ഇഗ്നേഷ്യസ് ആഗ്രഹിക്കുമ്പോൾ ലോകത്തിൻ്റെ ലൗകായികത്വത്തിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ട് സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയിൽ മനുഷ്യ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ജീവിതം സ്വയം ശൂന്യവൽക്കരിക്കുവാനും അതിലൂടെ നാമും മറ്റുള്ളവരെയും നേടിയെടുക്കുവാനുമുള്ള ദൈവമഹത്വത്തിൻ്റെ പ്രവർത്തനങ്ങളാക്കി മാറ്റുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഇങ്ങനെയുള്ള ധീരമായ ജീവിതം നമുക്കൊക്കെ ഒരു വലിയ പ്രചോദനമാകട്ടെ, മാതൃകയാകട്ടെ.